പ്രൈസ് ദൈവമക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് രണ്ട് വരി പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. എന്നെ വഴി നടത്തുന്നു, എന്നെ പുലർത്തിയിടുന്നു, എനിക്കായി കരുതിയിടുന്നു, എന്നെ വഴി നടത്തുന്നു, എന്നെ പുലർത്തിയിടുന്നു, എനിക്കായി കരുതിയിടുന്നു യേശുനാമം. അതേ പ്രിയ ദൈവമക്കളെ, യഹോവ നമ്മുടെ നല്ല ഇടയനാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 23:1 പറയുന്നു, യഹോവ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ നല്ല ഇടയനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെതാണ് മക്കളുമാകുന്നു. ഹല്ലേലൂയ. ഒരു നല്ല ഇടയൻ്റെ ഹല്ലേലൂയ ദൗത്യം എന്താണ്? തൻ്റെ ആടുകളെ എപ്പോഴും ഹല്ലേലൂയ ദുഷ്ടൻ്റെ കൈകളിൽ നിന്ന്, അതായത് മൃഗങ്ങളുടെ കൈകളിൽ, ചെന്നായ്ക്കളുടെ കൈകളിൽ നിന്ന് പെട്ടുപോകാതെ വണ്ണം കാത്തു സംരക്ഷിക്കുക എന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഒരു നല്ല ഇടയൻ്റെ ദൗത്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഹല്ലേലൂയ, യഹോവ നമ്മളെന്താണ്? ഹല്ലേലൂയ, സ്തോത്രം, ശത്രുവിൻ്റെ കയ്യിൽ ഏൽക്കപ്പെടാതിരിക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെന്താണ്? സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല, നമ്മുടെ ഏത് ആവശ്യങ്ങൾക്ക് മുൻപിലും കർത്താവ് നമ്മളെന്താണ്? സഹായിക്കുന്നു. ഹല്ലേലൂയ. അത് ആത്മീയമായ ജീവിതത്തിലാണെങ്കിലും ഹല്ലേലൂയ, ഭൗതികമായ ജീവിതത്തിലായിരുന്നാലും ഹല്ലേലൂയ, യഹോവ നമ്മുടെ സകല ആവശ്യങ്ങളെയും ഹല്ലേലൂയ തക്ക സമയത്ത് എന്താണ്? നമുക്ക് നിറവേറ്റി തരുന്നു. ഹല്ലേലൂയ. അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്താണ്? ലജ്ജിച്ചു പോകത്തില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക. അതുമാത്രമല്ല ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ആശ്രയം. മറ്റൊന്നിലും ആയിരിക്കരുത് നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം. അതുപോലെ ക്രിസ്തുവിൻ്റെ, അതായത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പിന്തുടരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ നാവ് ഹല്ലേലൂയ, ജീവനും, നമ്മുടെ നാവിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ മരണത്തിൻ്റെതായ ഹല്ലേലൂയ, അതായത് കൊള്ളില്ലാത്ത ഹല്ലേലൂയ, ശാപത്തിൻ്റെ ഹല്ലേലൂയ, അങ്ങനെയുള്ള വാക്കുകളൊന്നും നാം ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ഹല്ലേലൂയ, ജീവനുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ. എന്ത് പറയണം? എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. യഹോവ എൻ്റെ ഇടയനാകുന്നത് കൊണ്ട് എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഹല്ലേലൂയ, ജോലി, എൻ്റെ ആരോഗ്യം, ഏത് മേഖലകളിലാണെങ്കിലും കർത്താവ് എന്താണ്? യഹോവ അനുഗ്രഹിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. ഏത് ആവശ്യത്തെയും നിറവേറ്റി തരുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണം. അത് തന്നെ നാവുകൊണ്ട് പറയണം. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി എന്താണ്? പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, തുണ നിൽക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ, യഹോവേ, അങ്ങ് ഞങ്ങളുടെ ഇടയനായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാകാതെ ഞങ്ങളെ പോറ്റി പുലർത്തി അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകർ കർത്താവെ ഭാരപ്പെടുമ്പോഴും പ്രയാസപ്പെടുന്നുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒറ്റപ്പെടലിനാൽ ഭാരപ്പെടുന്നവരുണ്ട്, പലവിധ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, അവർക്കൊക്കെ കർത്താവെ അങ്ങ് അടുത്ത് ചെന്ന്, അവരുടെ അടുക്കൽ ചെന്ന് കർത്താവെ അവരെ സഹായിക്കണമേ. കർത്താവെ, അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അവരേത് വിഷയമാണോ ആ വിഷയത്തിന്മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.